പരശുരാമനാൽ പ്രതിഷ്ഠിതമായ 108 ദുർഗാലയങ്ങളിൽ ഒന്നത്രേ എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ സ്ഥിതി ചെയ്യുന്ന ഇരിങ്ങോൾക്കാവ് ദേവീക്ഷേത്രം. ദേവി രാവിലെ സരസ്വതിയായും ഉച്ചയ്ക്ക് വനദുർഗയായും രാത്രിയിൽ ഭദ്രകാളി രൂപത്തിലുമാണ് ഇരിങ്ങോൾക്കാവിൽ കുടികൊള്ളുന്നത്. എറണാകുളം ജില്ലയിൽ കുന്നത്തുനാട് താലൂക്കിലെ പെരുമ്പാവൂരിൽ നിന്നും 5 കിലോമീറ്റർ ദൂരമാണ് ഇരിങ്ങോൾക്കാവിലേക്കുള്ളത്. ആലുവ മൂന്നാർ റൂട്ടിൽ കുറുപ്പംപടിക്കും പെരുമ്പാവൂരിനും മധ്യയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ആലുവ, എറണാകുളം എന്നിവയാണ് ഇരിങ്ങോൾക്കാവ് ക്ഷേത്രത്തിന് ഏറ്റവും അടുത്തായി സ്ഥിതി ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷനുകൾ. ക്ഷേത്രോൽപത്തിയെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭ്യമല്ല എങ്കിലും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യം പറഞ്ഞു കേൾക്കുന്നത് ഇപ്രകാരമാണ്. ദ്വാപരയുഗത്തിൽ അസുര രാജാവായ കംസൻ ദേവകിയുടെയും വസുദേവരുടെയും 8ാമത്തെ പുത്രനാൽ വധിക്കപ്പെടുമെന്ന് അറിയുകയാൽ ഗർഭിണിയായ തന്റെ സഹോദരിയെയും ഭർത്താവിനെയും കാരാഗൃഹത്തിൽ അടച്ചു. 8ാമത്തെ പുത്രനെ പ്രതീക്ഷിച്ചിരുന്ന കംസൻ പക്ഷേ പെൺകുഞ്ഞിനെ കാണാനിടയായി. ദേവകിയും വസുദേവരും തങ്ങൾക്കുണ്ടായ ആൺകുട്ടിയെ ഗോകുലത്തിലെ നന്ദഗോപർക്കും യശോദയ്ക്കുമുണ്ടായ പെൺകുട്ടിയുമായി വച്ചു മാറിയിരുന്നു. എന്നിട്ടും ആ കുഞ്ഞിനെ വധിക്കുവാനായി കംസൻ ശ്രമിച്ചു. എന്നാൽ ആ കുഞ്ഞ് കംസന്റെ കയ്യിൽ നിന്നും വഴുതി മാറി ആകാശത്തിലേക്ക് ഉയർന്ന് ഒരു നക്ഷത്രം പോലെ തിളങ്ങി. ആ വെളിച്ചം ആദ്യം പതിച്ച സ്ഥലത്ത് ഭഗവതി വസിക്കുവാൻ വന്നു എന്ന വിശ്വാസത്താൽ ഇരുന്നോൾ എന്ന പേര് ലഭിച്ചു. ഇരുന്നോൾ എന്ന പേര് കാലക്രമേണ ഇരിങ്ങോൾ എന്നായി മാറി എന്നാണ് വിശ്വാസം. ഒരു കാലത്ത് ക്ഷേത്ര നടത്തിപ്പിന്റെ ചുമതല നാഗഞ്ചേരി, പട്ടശ്ശേരി തുടങ്ങിയ മനകൾ അടക്കമുള്ള 28 ബ്രാഹ്മണ കുടുംബങ്ങൾക്കായിരുന്നു. 1945 അവസാന കാലത്ത് സർ CP രാമസ്വാമി അയ്യരുടെ ഭരണകാലത്ത് ക്ഷേത്രഭരണം അവർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കൈമാറി. നാഗഞ്ചേരി മനയുടെ കീഴിലുണ്ടായിരുന്ന അനേകം കാവുകളിൽ ഒന്നുകൂടിയായിരുന്നു ഇരുന്നോൾക്കാവ്. പുലർച്ചെ 5 മണി മുതൽ 11 മണി വരെയും വൈകുന്നേരം 5 മണി മുതൽ രാത്രി 8 മണി വരെയുമാണ് ഇരിങ്ങോൾക്കാവിലെ ദർശന സമയം. സ്വയംഭൂവായ ദേവീ വിഗ്രഹമാണ് ഇരിങ്ങോൾക്കാവിൽ കുടികൊള്ളുന്നതെന്നാണ് വിശ്വാസം. നെയ്പായസം, ശർക്കര പായസം, ഗോതമ്പും കൊണ്ട് തയ്യാറാക്കിയ പ്രത്യേകതരം പായസമായ ചതുശ്ശതം എന്നിവയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ. കാവിന് ചുറ്റുമുള്ള വൃക്ഷങ്ങളിൽ ദൈവാംശമുള്ളതായി വിശ്വസിക്കപ്പെടുന്നതിനാൽ ഇരിങ്ങോൾക്കാവിലെ മരങ്ങൾ സാധാരണയായി മുറിക്കാറില്ല. വൃശ്ചിക മാസത്തിലെ കാർത്തിക നാൾ
ഇരിങ്ങോൾക്കാവിൽ പ്രധാനമാണ്. അന്നേ ദിവസം ദേവിയെ ദർശിക്കുന്നവർക്ക് ദീർഘായുസ്സും അവിവാഹിതരായ യുവതികൾക്ക് മംഗല്യ സൗഖ്യവും നൽകി ദേവി അനുഗ്രഹിക്കുമെന്നാണ് വിശ്വാസം. കല്ലിൽ ഗുഹാക്ഷേത്രം, പെരുമ്പാവൂർ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം എന്നിവയാണ് ഇരിങ്ങോൾക്കാവിന് അടുത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ മറ്റു ക്ഷേത്രങ്ങൾ.